ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലൈൻഡ് ഫോൾഡഡ് സോൾവിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അതായത് കണ്ണടച്ചെങ്ങനെ ക്യൂബ് സോൾവ് ചെയ്യാം എന്നുള്ളതിൻ്റെ സെക്കൻഡ് പാർട്ട്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എഡ്ജസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. ഈ പാർട്ടിൽ കോർണേഴ്സ് എങ്ങനെ ശരിയാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിലൊരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഗെയിം പോലെ ചെയ്തിരുന്നു. അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക, കാരണം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്, ഓരോ ടേംസ് മനസ്സിലാക്കാനൊക്കെ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ കോർണേഴ്സ് ചെയ്യുമ്പോൾ ബഫർ പീസ് എന്ന് പറയുന്നത് ഇതാണ്. ടോപ്പ് ലെഫ്റ്റ് ബാക്കിലെ പീസിൻ്റെ ഈ ലെഫ്റ്റ് സ്റ്റിക്കർ. അതിന് ടാർഗറ്റ് വരുന്നത് ഇവിടെയാണ്, ബോട്ടം റൈറ്റ് ഫ്രണ്ടിൽ. അപ്പോൾ അതിൻ്റെ സ്വാപ്പിംഗ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വൈപ്പേമാണ്. അതിന് ഫസ്റ്റിലെയും ലാസ്റ്റിലെയും എഫ് മൂവ് അല്ലാത്ത ബാക്കിയാണ് ഇവിടെ സ്വാപ്പിംഗ് അൽഗോരിതം. ചെയ്യുമ്പോൾ കാണാം. സോ ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റിക്കർ ഇവിടെ ബോട്ടമിലെത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതാണ് ബഫർ പീസ്, ഇവിടേക്കാണ് അതിൻ്റെ ടാർഗറ്റ്. അപ്പോൾ നമ്മൾ ആ സ്വാപ്പിംഗ് അൽഗോരിതം ചെയ്താൽ ഇവിടെ ഉണ്ടായിരുന്ന കളറായിരിക്കും ഇവിടെ ബോട്ടമിലെത്തുക. ഇനി നമ്മൾ ഓരോ കോർണേഴ്സിനും ഓരോ ലെറ്റേഴ്സ് വെച്ച് നെയിം ചെയ്യാണ്. ആ ലെറ്റേഴ്സ് വെച്ചാണ് നമ്മൾ മെമ്മറൈസ് ചെയ്യുന്നത്. സോ സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ, എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി ആൻഡ് ദെൻ ബോട്ടം യു വി ഡബ്ല്യു എക്സ്. അപ്പോൾ ഇവിടെ ബഫർ പീസ് എന്ന് പറയുന്നത് ഇ ആണ്. ഇ എന്ന കളറാണ് നമ്മൾ സ്വാപ്പിംഗ് അൽഗോരിതം ചെയ്യുമ്പോൾ വിയിലോട്ടാണ് വരിക. ചെയ്തു നോക്കാം. സ്വാപ്പിംഗ് അൽഗോരിതം ജസ്റ്റ് വൈപ്പമാണ്. അതിൽ ഫസ്റ്റിലെയും ലാസ്റ്റിലെയും ഫ്രണ്ട് മൂവ് മാത്രം ഇല്ല. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഓറഞ്ച് കളർ ഇവിടെ ബോട്ടമിൽ എത്തിയിട്ടുണ്ടാവും. അതായത് ഇ എന്ന പൊസിഷനിൽ ഉണ്ടായിരുന്നത് വിയിലോട്ട് എത്തി. അപ്പം അങ്ങനെയാണ് നമ്മൾ ഇവിടെയുള്ള പീസിനെ എവിടേക്കാണോ എത്തിക്കുക, അങ്ങനെ 1 by 1 ആയിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇവിടെ യെല്ലോ ആണ്, ഇതിൻ്റെ പൊസിഷൻ യെല്ലോ ഗ്രീൻ റെഡ് ആണ്. ഈ യെല്ലോൻ്റെ പൊസിഷൻ പറഞ്ഞാൽ വി ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്വാപ്പിംഗ് അൽഗോരിതം ചെയ്താൽ സോൾവ് ആയിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഓരോ പീസും ചെയ്യേണ്ടത്. ഇനി പറയാൻ പോകുന്നത് സെറ്റപ്പ് മൂവ്സിനെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു സ്വാപ്പിംഗ് അൽഗോരിതം ചെയ്യുമ്പോൾ ഇവിടെയുള്ള പീസ് ഇങ്ങോട്ടാണ് പോവുക. ബട്ട് എപ്പോഴും ഇവിടേക്കല്ലല്ലോ പോകേണ്ടത്, അതിന് ഡെസ്റ്റിനേഷൻ വേറെ എവിടെയെങ്കിലും ആയിരിക്കും, ഏതെങ്കിലും കോർണേഴ്സ് ആയിരിക്കും. സോ അതിന് ഡെസ്റ്റിനേഷനെ നമ്മൾ ഇവിടെ ബോട്ടമിലേക്ക് എത്തിക്കണം. എവിടെയാണെങ്കിലും അതിനെ വി പൊസിഷനിലേക്ക് എത്തിച്ചാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ബഫർ ഇപ്പോഴും ഇവിടെ തന്നെ ആയിരിക്കും. ഈ സ്റ്റിക്കർ നോക്കിയാൽ റെഡ് ഗ്രീൻ വൈറ്റിലെ റെഡാണ്. ഇതിൻ്റെ ഡെസ്റ്റിനേഷൻ ഇവിടെയാണ്, ടാർഗറ്റ് ഇവിടെയാണ്. സോ ഈ ടാർഗറ്റിനെ നമ്മൾ വിയിലോട്ട് എത്തിക്കണം, ഈ പൊസിഷനിലേക്ക്. സോ അത് എഫ് മൂവ് ചെയ്താൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഉണ്ടായിരുന്ന പീസാണ് ബോട്ടമിലെത്തിയിട്ടുണ്ട്. അതിനെയാണ് സെറ്റപ്പ് മൂവ് എന്ന് പറയുന്നത്. സെറ്റപ്പ് മൂവ് ചെയ്തതിന് ശേഷം നമ്മൾ സ്വാപ്പ് ചെയ്യുക. എന്നിട്ട് സെറ്റപ്പ് മൂവ് റിവേഴ്സ് ചെയ്യുക. നമ്മൾ എഫ് ചെയ്തു, അതിനെ എഫ് പ്രൈം ചെയ്തു. ഇങ്ങനെയാണ് കോർണേഴ്സ് സോൾവ് ചെയ്യുക ഓരോന്നും. ആദ്യം സെറ്റപ്പ് മൂവ് ചെയ്യുക, സ്വാപ്പ് ചെയ്യുക, സെറ്റപ്പ് മൂവ് റിവേഴ്സ് ചെയ്യുക. സെറ്റപ്പ് മൂവ്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കോർണേഴ്സിലാവുമ്പോൾ നമ്മൾ ഈ പീസ് മൂവ് ചെയ്യാൻ പാടില്ല. ഇതാണ് നമ്മുടെ ബഫർ പീസ്, അത് മൂവ് ചെയ്യാൻ പാടില്ല. എവിടെയാണ് നമ്മൾ ടാർഗറ്റ് എങ്കിലും നമ്മൾ ഫ്രണ്ട് മൂവ് ചെയ്യാം, റൈറ്റ് മൂവ് ചെയ്യാം, ബോട്ടം മൂവ് ചെയ്യാം.
ഈ 3 മൂവ്സ് വെച്ച് വേണം നമ്മൾ സെറ്റപ്പ് മൂവ് ചെയ്യാൻ, നമ്മുടെ ടാർഗറ്റിനെ വി പൊസിഷനിലേക്ക് എത്തിക്കാൻ. ഇനി കുറച്ച് സെറ്റപ്പ് മൂവ്സ് നോക്കാം. അപ്പോൾ ഒന്നുകൂടി പറയുന്നു, ശ്രദ്ധിക്കേണ്ട കാര്യം, ആ കോർണറിനെ അല്ല ഇവിടേക്ക് എത്തിക്കേണ്ടത്. ഇപ്പോൾ സപ്പോസ് ബഫറിലുള്ള പീസ് പറഞ്ഞാൽ ഇവിടേക്കാണ് എത്തേണ്ടതെന്ന് വിചാരിച്ചാൽ ജസ്റ്റ് ഇതിനെ ഇവിടേക്ക് എത്തിച്ചിട്ട് കാര്യമില്ല, ആ സ്റ്റിക്കർ ഏതാണോ അതിനെ വേണം ബോട്ടമിലേക്ക് എത്തിക്കാൻ. സോ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഇത് ബഫർ പീസിലെ വിയിലോട്ടാണ് എത്തുക, വി പൊസിഷനിലേക്ക് എത്തിക്കണം. സോ ബോട്ടം ലെയറിലാണ് നമ്മൾ ടാർഗറ്റ്സ് ഉള്ളെങ്കിൽ, ഈ പീസാണ് ഇവിടെയെങ്കിൽ ജസ്റ്റ്, അതായത് യെല്ലോ പീസാണ് ബഫർ പീസിലുള്ളതെങ്കിൽ നമുക്ക് ജസ്റ്റ് ബോട്ടം മൂവ്സ് ചെയ്താൽ മതി. ഇതാണ് ബഫർ പീസിലുള്ളതെങ്കിൽ ജസ്റ്റ് ഇത് ചെയ്യുക, സ്വാപ്പ് ചെയ്യുക, റിവേഴ്സ് ചെയ്യുക. സെറ്റപ്പ് മാത്രമേ ഉള്ളൂ ബോട്ടം ഫേസ് ടാർഗറ്റ്സ് ആണെങ്കിൽ. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം ബോട്ടം ഫേസ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ യെല്ലോ ആണ്, യെല്ലോ, റെഡ്, ബ്ലൂ. അതിന് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്, ഇവിടേക്കാണ് ആ പീസ് എത്തേണ്ടത്. സോ ആ യെല്ലോനെ നമ്മൾ ഇവിടെയല്ലേ വരുന്നത്, സോ അതിനെ വി പൊസിഷനിലേക്ക് വെച്ചു. ഇവിടെ ഉണ്ടായിരുന്നേ ഇതിനെ വിയിലോട്ട് വെച്ചു. അതാണ് അതിൻ്റെ സെറ്റപ്പ് മൂവ്. എന്നിട്ട് സ്വാപ്പ് ചെയ്യുക, എന്നിട്ട് സെറ്റപ്പ് മൂവ് റിവേഴ്സ് ചെയ്യാം. സപ്പോസ് ഇവിടെയാണെങ്കിൽ അതിനെ ഇവിടെ വെച്ചു, സ്വാപ്പ് ചെയ്തു, റിവേഴ്സ് ചെയ്തു. അടുത്തത് എം ആണ് നമ്മുടെ ടാർഗറ്റെങ്കിൽ ലെറ്റേഴ്സ് എന്തായാലും മെമ്മറൈസ് ചെയ്ത് വെക്കണം. സോ എം ആണെങ്കിൽ ജസ്റ്റ് എഫ് മൂവ് ചെയ്താൽ മതി, ടാർഗറ്റിൽ എത്തിയിട്ടുണ്ടാവും. ഇനി എൻ ആണ് നമ്മുടെ ടാർഗറ്റെങ്കിൽ വി പൊസിഷനിലേക്ക് എത്തിക്കാൻ ആർ പ്രൈം എഫ്. ഒ ആണെങ്കിൽ ആർ ടു എഫ്. അപ്പോൾ ഈ പൊസിഷനിൽ ഉണ്ടായിരുന്ന പീസാണ് നമ്മുടെ വി പൊസിഷനിലേക്ക് എത്തിയത്. എന്നിട്ട് സ്വാപ്പ് ചെയ്യുക, സെറ്റപ്പ് മൂവ് റിവേഴ്സ് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞതിന് ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ ബഫർ പീസിലുള്ളത് ഈ റെഡാണ്, ഇതിൻ്റെ ഡെസ്റ്റിനേഷൻ ഇവിടെയാണ് ടാർഗറ്റ്. അപ്പോൾ ഇതിനെ നമ്മൾ വി പൊസിഷനിലേക്ക് എത്തിക്കണം. അപ്പോൾ ആർ പ്രൈം എഫ് ചെയ്തു, അപ്പോൾ അത് വി പൊസിഷനിലേക്ക് എത്തി. എന്നിട്ട് സ്വാപ്പ് ചെയ്യാം, എന്നിട്ട് ആ സെറ്റപ്പ് മൂവിനെ റിവേഴ്സ് ചെയ്യാം, എഫ് പ്രൈം ആർ. അടുത്ത് സെറ്റപ്പ് മൂവിൻ്റെ ജി ആണെങ്കിൽ ജസ്റ്റ് എഫ് പ്രൈം ചെയ്താൽ മതി. ഇവിടെ ഉണ്ടായിരുന്ന പീസ് നമ്മുടെ വി ടാർഗറ്റിൽ എത്തിയിട്ടുണ്ടാവും. അതുപോലെ എഫ് ആണെങ്കിൽ എഫ് പ്രൈം ഡി, കഴിഞ്ഞ് സ്വാപ്പ് ചെയ്യുക, റിവേഴ്സ് ചെയ്യുക. അടുത്ത് എച്ച് ആണെങ്കിൽ അപ്പോൾ ആ പീസ് ഇവിടെ എത്തിയിട്ടുണ്ടാവും, സ്വാപ്പ് ചെയ്യുക, റിവേഴ്സ് ചെയ്യുക, ആർ പ്രൈം ഡി. അങ്ങനെയാണ് ഓരോ സെറ്റപ്പ് മൂവ്സ് ചെയ്യുക. അത് കഴിഞ്ഞ് ഇപ്പോൾ ക്യൂ ആണ് നമ്മുടെ ടാർഗറ്റെങ്കിൽ ജസ്റ്റ് ആർ ഡി പ്രൈം. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പീസ് നമ്മുടെ വി പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ടാവും. എന്നിട്ട് സ്വാപ്പ് ചെയ്യുക, അൽഗോരിതം വെച്ച്, എന്നിട്ട് റിവേഴ്സ് ചെയ്യുക, ഡി ആർ പ്രൈം. ടി ആണെങ്കിൽ ജസ്റ്റ് റൈറ്റ് മൂവ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പീസ് നമ്മുടെ വിയിലെത്തിയിട്ടുണ്ടാവും. ഇനി എസ് ആണെങ്കിൽ ജസ്റ്റ് ഡി പ്രൈം ആർ ടു എഫ്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും എങ്ങനെ ചെയ്യുന്നത്. ബട്ട് ബ്ലൈൻഡ് ഫോൾഡർ ആകുമ്പോൾ നമുക്ക് കാണില്ലല്ലോ. എന്നിട്ട് സ്വാപ്പ് ചെയ്യുക, റിവേഴ്സ് ചെയ്യുക, എഫ് പ്രൈം ആർ ടു ഡി. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പീസ് ഇവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഈ സ്ക്രാമ്പിളിൽ നമ്മുടെ ബഫർ പീസിൽ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഓറഞ്ച് പോകേണ്ടത് എഫിലോട്ടാണ്, അതിൻ്റെ പൊസിഷൻ എഫ്. നമ്മുടെ ലെറ്റർ ആദ്യം പറഞ്ഞ പോലെ എഫ് ആണ്. കഴിഞ്ഞ് ഈ ഗ്രീൻ പോകേണ്ടത് എൽ, എഫ് എൽ. ദെൻ ഈ വൈറ്റ് സി ആണ്, സി. ഈ വൈറ്റ് പോകേണ്ടത് ബിയിലോട്ടാണ്, അപ്പോൾ എഫ് എൽ സി ബി.
ആൻഡ് ദെൻ ഈ യെല്ലോ പോകേണ്ടത് ഇവിടേക്കാണ്, വി. ഈ ഓറഞ്ച് എച്ചിലോട്ടും. ഫസ്റ്റ് നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. ആദ്യം എഴുതി വെച്ചിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യാം. എന്നിട്ട് മെല്ലെ മെല്ലെ മൈൻഡിൽ തന്നെ ചെയ്യാൻ പറ്റും. സോ ഇവിടെ വന്ന് എഫ് എൽ സി ബി വി എച്ച്. അത് മെമ്മറൈസ് ചെയ്യാൻ ഇപ്പോൾ ഒരു വേർഡ്സ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ഇമേജസ് ആക്കിയിട്ടൊക്കെ മെമ്മറൈസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ ചെയ്തത് ഫ്രണ്ട് ലെഫ്റ്റ് മീ ആൻഡ് കെയിം ബാക്ക് വെരി ഹാപ്പിലി. അതും ചെയ്തു നോക്കാം. സോ ഫസ്റ്റ് എഫിൻ്റെ സെറ്റപ്പ് മൂവ് ചെയ്തു, റിവേഴ്സ് ചെയ്തു. സോ എഫ് സോൾവ് ആയിട്ടുണ്ടാവും. നെക്സ്റ്റ് എൽ സെറ്റപ്പ് മൂവ് ചെയ്തു, സ്വാപ്പ് ചെയ്തു, സെറ്റപ്പ് മൂവ് റിവേഴ്സ് ചെയ്തു, എല്ലാം സോൾവ് ചെയ്തു. ആൻഡ് ദെൻ സി. ദെൻ ബി സെറ്റപ്പ് മൂവ് ചെയ്തു, റിവേഴ്സ് ചെയ്തു. ദെൻ വിന് സെറ്റപ്പ് മൂവ് ഒന്നുമില്ല, അവിടെ തന്നെയാണ്. ആൻഡ് ലാസ്റ്റ്ലി എച്ച്. റിവേഴ്സ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബഫർ പീസ് ഓൾറെഡി സോൾവ്ഡ് ആണ്. ബട്ട് ഇവിടെ 2 അൺസോൾവ്ഡ് പീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ലെറ്റർ വെച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ വി വെച്ച് ചെയ്യാം ആദ്യം. സ്വാപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് ബഫറിൽ ഈ പീസ് അല്ലാത്തത് കിട്ടി, കറക്റ്റ് സോൾവ്ഡ് പീസ് അല്ലാത്തത് കിട്ടി. എന്നിട്ട് ബാക്കി ചെയ്യാം. ഇവിടെ ഡബ്ല്യൂയിലോട്ട് പോകണം. ആൻഡ് ദെൻ ഡബ്ല്യു ചെയ്തു, വി ചെയ്തു. അപ്പം അങ്ങനെ ഇവിടെ ഓൾറെഡി സോൾവ്ഡ് ആണെങ്കിൽ നമ്മൾ ഏതെങ്കിലും സോൾവ് ചെയ്യാൻ ബാക്കിയുള്ള പീസിനെ എടുത്ത് ചെയ്യുക. ആൻഡ് ദെൻ ബാക്കി കണ്ടിന്യൂസ് ചെയ്തു പോവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എഡ്ജസ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, കോർണേഴ്സിൻ്റെയും കഴിഞ്ഞു. ഇനി ജനറലായിട്ടൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ ലെറ്റേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തില്ലേ, അതിൽ ഈവൻ നമ്പർ ഓഫ് ലെറ്റേഴ്സ് ആണെങ്കിൽ, ഇപ്പോൾ എഡ്ജസിന് ഈവൻ നമ്പർ ഓഫ് ലെറ്റേഴ്സ് ആണെങ്കിൽ കോർണേഴ്സിനും ഈവൻ നമ്പർ ഓഫ് ലെറ്റേഴ്സ് തന്നെ ആയിരിക്കും. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. എഡ്ജസിന് ഓടാണെങ്കിൽ ഇതിന് ഓട്. അപ്പോൾ അതിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ തെറ്റിയിട്ടുണ്ടായിരിക്കും. ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക. ഈവൻ നമ്പർ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഓഡ് നമ്പർ ആണെങ്കിൽ, എഡ്ജസ് ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മൾ ആദ്യം അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ടൊരു പാരിറ്റി അൽഗോരിതം ഉണ്ട്, അത് ജസ്റ്റ് RAPERM ആണ്. അത് ചെയ്തതിന് ശേഷം കോർണേഴ്സ് ചെയ്യുക. ഈവൻ നമ്പർ ആണെങ്കിൽ കുഴപ്പമില്ല. ബോത്ത് ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക, എന്നിട്ട് പാരിറ്റി അൽഗോരിതം ചെയ്യുക, എന്നിട്ട് കോർണേഴ്സ് ചെയ്യുക. പാരിറ്റി അൽഗോരിതം ജസ്റ്റ് കാണിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.